ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീനാസ് വേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കറുത്ത പഴമൊന്നും ഇനി കളയരുത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്സുകൾ തയ്യാറാക്കാം. അങ്ങനെ നന്നായിട്ട് തൊലി കറുത്ത പഴം കൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ വരൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഇത്രയും തൊലി കറുത്ത പഴമാണ് ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് തൊലി കറുത്ത് ഇരിക്കണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് മെൽറ്റാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണമേ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അതാ തേങ്ങാക്കൊത്ത് മൊത്തവും ഞാൻ നെയ്യിൽ നിന്നും കോരി മാറ്റി. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തൊലി കറുത്ത പഴമാണെങ്കിലും നമുക്ക് അത് തൊലി കളഞ്ഞെടുക്കുമ്പോൾ നല്ല പഴമായിരിക്കും കേട്ടോ. അങ്ങനെ എടുത്ത പഴമാണിത്. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ പിന്നെ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഒന്ന് തല്ലിയിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് പഴം ഉടഞ്ഞു വരണം. ആ സ്റ്റേജ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവേ. ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഈ സമയം ഒരു സോസ് പാനിലേക്ക് 200 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റാക്കാൻ വയ്ക്കാം. ഇത് നന്നായിട്ട് മെൽറ്റാകുന്നതിനിടയ്ക്ക് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദാപ്പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ശർക്കര നന്നായിട്ട് പാവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചൂടിൽ തന്നെ ചൂടൊന്നും മാറാതെ ആ ചൂടോടുകൂടി തന്നെ നമുക്കൊരു സ്റ്റീൽ അരിപ്പയിൽ കൂടി നമുക്ക് ഇതങ്ങ് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈയുടൻ തന്നെ വേറൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തപ്പോൾ നന്നായിട്ട് കട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചെറിയൊരു ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നന്നായിട്ട് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ സോസ് പാനിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ പഴവും തേങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കണം. ഒന്നുകിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് തിക്നെസ്സും കൂടി കുറയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ്സൊക്കെ കറക്റ്റാണ് കേട്ടോ. നമ്മുടെ സ്പൂണിൽ നിന്ന് അടർന്നടർന്ന് വീഴുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്.
ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് ഇതാണ് കേട്ടോ. തീരെ അങ്ങ് ലൂസുമല്ല, എന്നാൽ വളരെയധികം കട്ടിയുമല്ല. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ എടുക്കാം. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബട്ടർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബട്ടർ പേപ്പർ എടുക്കുക. ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അത് തിരിച്ചൊന്നും കൂടി ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ പേപ്പറിൻ്റെ പുറമേ ഒന്ന് ഓയിലൊന്ന് പിടിച്ച് വരാനാണ്. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെന്ത് വരുമ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സ്പൂൺ വെച്ചൊന്ന് നിരത്തി കൊടുത്തു. ഇനി ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ ഒരു ഇഡ്ഡലി ചെമ്പിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമുക്കിതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേവാൻ വെച്ചിട്ട് 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു സ്ക്വയർ വെച്ച് ഇതുപോലെ ഒരു പപ്പടം കുത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതാ കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തോട് കൂടി തന്നെ വെളിയിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കേക്ക് ടിന്നിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുവേണ്ടി നമുക്കിതാ ഒന്ന് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ സ്നാക്സ് നന്നായിട്ട് ഇളകി വന്നുകൊള്ളും. എന്നിട്ട് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കീറിക്കളയുക. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊലി കറുത്ത നല്ല നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. നല്ല സ്മൂത്താണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് കയ്യിലേക്ക് എടുക്കാം. കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്